ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറേ ആയി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. പക്ഷേ മാരേജിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാരേജിന് പോയത്. അപ്പോൾ നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോൻ്റെ മാരേജ് ആയിരുന്നു. വലിയച്ഛൻ ചെറിയച്ഛൻ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരെ മോൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ നേരം വീട്ടിലിരുന്ന് പോസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബീച്ചിൽ വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണിയാൽ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ ബീച്ചിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടിക്കോളൂ കേട്ടോ. എന്നെ നോക്കണ്ട കേട്ടോ, ഫുള്ള് ടാൻ അടിച്ചിട്ട് വെയിൽ കൊണ്ട് മുഖമൊക്കെ ആകെ കരിവാളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ. ചെറിയ പ്രായത്തിലൊക്കെ കടൽ കാണാൻ പോകാമെന്നാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര പേടിയെന്ന് തൊട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞാനൊന്നും കടലിൽ നിന്ന് കയറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ സുനാമി വന്നതിന് ശേഷം കുറച്ച് ഒരു വെള്ളത്തേക്ക് ഇറങ്ങലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണ്. പിന്നെ നമുക്ക് ആ ഒരു ചെറിയ കുട്ടികളാകുമ്പോൾ ആ ഒരു പേടിയൊന്നുമില്ലല്ലോ. കടൽ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആക്രാന്തമായിരുന്നു. ഇപ്പോൾ പിന്നെ വലുതായി, നമുക്ക് കടലിലെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ മോന് കടലിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കണം. കാരണം അന്നൊക്കെ വരികയില്ലായിരുന്നു, തീരെ അല്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ കടലാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതാലോചിക്കുമ്പോൾ എനിക്ക് ഞാനും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ. കാരണം എൻ്റെ മോനൊക്കെ കടലിൽ ഇറങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്. കുളത്തേക്ക് ഇറങ്ങാൻ പോലും ഞാൻ സമ്മതിക്കില്ല, എനിക്ക് അത്രയ്ക്കും പേടിയാണ്. ഞാൻ ഉണ്ണിയാൽ ബീച്ചിലേക്ക് ആകെ ഒരു പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നിങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഓരോന്ന് ഫുഡ് കഴിക്കാനുള്ളത്, ഹോട്ടൽ, ചെറിയ ചെറിയ റെസ്റ്റോറൻ്റായിട്ട്, അങ്ങനെ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് എത്രയോ വർഷമായി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഇത് പിന്നെ നമ്മൾ സൺഡേ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ആരും ഇല്ലാതെ 2-3 ആൾക്കാർ അവിടെ ഇവിടെങ്ങളിലൊക്കെ ഉണ്ട്. സൺഡേ നല്ല തിരക്കാണ്. എല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് വെള്ളത്തിലൊക്കെ കളിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ട്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ ഭംഗിയും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഉപ്പിലിട്ടതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.